ോട് ചെയ്യുന്ന ജിഹാദ്, ആ ജിഹാദാണ് ഏറ്റവും വലിയ യുദ്ധമെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. സലാത്ത് പോയി. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വന്തം ശരീരത്തിനോട് ചെയ്യുന്ന യുദ്ധമാണ് ഏറ്റവും വലിയ യുദ്ധമെന്ന് ഹബീബ് പഠിപ്പിക്കുന്നു. അതേ, പണ്ടൊരു കഥ നാം കേട്ടിട്ടില്ലയോ? ലൈല മജ്നൂൻ എന്ന് പറയുന്നവരുടെ കഥ. നമ്മുടെ ഉമ്മമാരൊക്കെ പണ്ട് വായിച്ചിട്ട് ലൈല മജ്നൂനിന്റെ കഥ അല്ലേ? ആ ലൈല മജ്നൂനിനെ ഉദാഹരണപ്പെടുത്തിക്കൊണ്ട് മഹാരഥന്മാര് പറയുന്നുണ്ടോ? എന്താ പറഞ്ഞത്? ലൈലയാകുന്ന പ്രേമ സഖിയെ കാണാൻ വേണ്ടിയിട്ട് മജ്നൂനാകുന്ന കൈസായ ഭ്രാന്തൻ അവൻ ലൈലയെ കാണാൻ വേണ്ടിയിട്ട് ലൈലയുടെ വീട്ടിന്റെ അരികിൽ വരും. ലൈലയുടെ വീടിന്റെ അരികിൽ വീട്ടിന്റെ അരികിൽ വരുമ്പോൾ ലൈല വീട്ടിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് തോഴിമാരോട് പറയും, ദോ എന്നെ കാണാൻ കൈസ് വരുന്നുണ്ട്, അതുകൊണ്ട് കൈസിന്റെ മുന്നിലേക്ക് ആ നായയെ അങ്ങ് അഴിച്ചുവിടൂ. സുബ്ഹാനല്ലാഹ്. കൈസിന്റെ മുന്നിലേക്ക് നായയെ അങ്ങ് അഴിച്ചുവിടാൻ. ലൈല ഇങ്ങനെ പറയുമ്പോൾ ചോദിക്കും, അല്ല ലൈല, നിന്നെ കാണാനല്ലേ നിന്റെ പ്രേമസഖി വന്നതോ? ആ പ്രേമസഖിയെ കടിക്കുവാനോ ആക്രമിക്കുവാനാണോ നീ പറയുന്നതോ? ലൈല പറയുന്നു, അതേ, ഈ കൈസാകുന്ന എന്റെ പ്രേമസഖിയുണ്ടല്ലോ, അവൻ എന്നെ തേടി വരുമ്പോൾ അവന്റെ മുന്നിൽ നായ പ്രശ്നമല്ല. അതല്ലേ കൈസദാ നടന്നു വന്നത്. ലൈല താമസിക്കുന്ന വീടിന്റെ മുന്നിൽ വന്നിട്ട് ലൈലയുടെ വീടിലേക്ക് അമ്രു അലാ ജിദാരി ദിയാരി ലൈല ഓ ഖബ്ലുദൽ ജിദാര ബദൽ ദിയാറോ. ആ ലൈലയെ ചുംബിക്കുന്നതിന് പകരം അതാ ലൈലയുടെ വീടുകൾ ചുംബിക്കുന്നു. ഇങ്ങനെ സ്നേഹിച്ച, ഇത്രമാത്രം സ്നേഹിച്ച കൈസ് കടന്നു വരുമ്പോൾ നായയെ അഴിച്ചുവിടുന്നത് എന്തിനാണ് ലൈല എന്ന് ചോദിച്ചപ്പോൾ ലൈല പറയുന്നു, കൈസിന്റെ മനതലങ്ങളിൽ ഈ എന്നോടുള്ള പ്രേമം മണപൊട്ടി ഒഴുകുകയാണ്. അതുകൊണ്ട് കൈസിന്റെ മുന്നിലുള്ള നായ എന്നെ കാണുന്നതിന് തടസ്സമല്ല, ഞാനുമായി സഹകരിക്കുന്നതിന് അതേ നായ തടസ്സമാകുന്നില്ല. ആ കൈസ് അതുപോലെ നടന്നു വരുമ്പോൾ നായ കടിക്കുമ്പോൾ നായയുടെ കടി പ്രശ്നമല്ല, വകഞ്ഞു മാറ്റിയിട്ട് ലൈലയുടെ മുന്നിലേക്ക് ഓടിയെടുക്കുന്നു. ഇമാമിങ്ങൾ പറയുന്നു, ഇതുപോലെ ചെറുപ്പക്കാരാ, നീ പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോകുമ്പോൾ, പള്ളിയിൽ ളുഹർ ബാങ്ക് കേൾക്കുമ്പോൾ നിന്നെ അതാ പുതിയ സിനിമ റിലീസായിട്ട് നിന്റെ കൂട്ടുകാരൻ അതാ മൂവാറ്റുപുഴയ്ക്ക് പോകാൻ വിളിക്കുന്നു, നെല്ലിക്കുഴിക്ക് പോകാൻ വിളിക്കുന്നു, എറണാകുളത്തിന് പോകാൻ വിളിക്കുന്നു, അല്ലെങ്കിൽ അടുത്തുള്ള പ്രദേശത്ത് പോകാൻ വിളിക്കുന്നു. അതൊക്കെ അതാ ലൈലയുടെ മുന്നിലുള്ള നായയായി സങ്കൽപ്പിക്കൂ ചെറുപ്പക്കാരാ. അത് മുഴുവനെയും വകഞ്ഞു മാറ്റിയിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കൈസ് ലൈലയെ പ്രേമിച്ചതിനേക്കാള് 10 മടങ്ങ് സ്നേഹവുമായി പരിശുദ്ധമായ പള്ളിയിലേക്ക് ചെല്ലൂ. അത് സ്വന്തം ശരീരത്തിനോടുള്ള യുദ്ധമാണ്. ഫഇന്ന അമ്മാറതി ബിസൂഇ മതഅദാത്. സ്വന്തം ശരീരത്തിനോട് യുദ്ധം ചെയ്തുകൊണ്ട് അതിനെ കീഴ്പ്പെടുത്തിയിട്ട് നീ ഇബാദത്തിലേക്ക് അടുക്കൂ. അതേ, നീ സദഖ കൊടുക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ പോകട്ടെ അടുത്ത വാതിന് കൊടുക്കാം, അല്ലെങ്കിൽ പോകട്ടെ വെള്ളിയാഴ്ചയിൽ കൊടുക്കാം എന്ന് നിന്നെ പിന്തിരിപ്പിക്കുന്നതാരാണ്? അതിനെയൊക്കെ നീ വകഞ്ഞു മാറ്റൂ. എന്നിട്ട് സ്വന്തം ശരീരത്തിനോട് യുദ്ധം ചെയ്ത് അല്ലാഹുവിന്റെ സ്വർഗീയ ആരാമം നീ ആഗ്രഹിക്കൂ ചെറുപ്പക്കാരാ. മൂന്നാമതായി ഇമാമിങ്ങൾ